വീട് റിപ്പയറിങ്ങിനായി 50,000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണ് ലഭിക്കുക, എത്ര എമൗണ്ട് ആണ് ലഭിക്കുക, അത് പറയുന്നത് 50,000 രൂപയാണെന്നുള്ള കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ എവിടുന്നാണ് ആപ്ലിക്കേഷൻ ഫോം കിട്ടുക, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, എവിടെയാണ് ഡോക്യുമെന്റ്. നമസ്കാരം, ഏവർക്കും സ്വാഗതം. വളരെ ചെറിയ മിനിറ്റുകൾ കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഒരു ഷെയർ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു പദ്ധതിയിൽ കൂടി 50,000 രൂപ ലഭിച്ചാൽ അത് നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ലേ? ഓക്കെ, ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ നിങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് അത് ആരെങ്കിലും ഒരാൾ കണ്ട് അവർക്കൊരു വീടിന്റെ ധനസഹായം കിട്ടുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമുണ്ട്. ഓക്കെ, ചില്ലറ എമൗണ്ട് അല്ല, 50,000 രൂപയാണ് കിട്ടുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വളരെ സിമ്പിൾ ആണ്. അക്ഷയ സെന്റർ വഴി കേരളത്തിലെ മൊത്തം എല്ലാ അക്ഷയ സെന്ററുകളിലും ഫോം ലഭ്യമാണ്. എല്ലാ അക്ഷയ സെന്ററിലും നിങ്ങൾക്ക് പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങാം. പിന്നോക്ക മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. വിധവകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ടവരായിരിക്കാം, ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരായിരിക്കാം, ഡിവോഴ്സ് ചെയ്തവരായിരിക്കാം. ഓക്കെ, ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കും കിട്ടും. ഓക്കെ, പിന്നോക്ക മതവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ, ജൈനൻ, ബുദ്ധ, മുസ്ലിം, പാഴ്സി തുടങ്ങിയ വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളിലായിട്ടുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട വിധവകളായിട്ടുള്ള ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കാണ് ധനസഹായം ലഭിക്കുക. 50,000 രൂപയാണ്. ഇനി ആവശ്യമുള്ള ഡോക്യുമെന്റുകളാണ് പറയുന്നത്. ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഒരു ഫോട്ടോ, പിന്നെ അതോടൊപ്പം തന്നെ 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി, ഭൂനികുതി സ്വന്തം പേരിലാവാം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലാവാം. ഓക്കെ, പിന്നെ വിധവയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിവോഴ്സ് ആണ് ഡിവോഴ്സ് ലെറ്റർ ഉണ്ടാവും. അതിൽ ഒഴിവാക്കി പോയതാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ലെറ്റർ ഹെഡില് ഒരു സർട്ടിഫിക്കറ്റ്, എന്താണ് ഇത്ര കാലം മുന്നേ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. അതോടൊപ്പം തന്നെ അതേ ലെറ്റർ ഹെഡിൽ തന്നെ ഒരു ലെറ്ററും കൂടി എഴുതി വാങ്ങുക. ഇവരുടെ വിവാഹം നടന്നിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, അത് മീൻസ് അതേ ലെറ്ററിൽ തന്നെ ഇവരുടെ ഇത്ര കാലം മുന്നേ ഭർത്താവ് ഉപേക്ഷിച്ചതാണ്, അതിനുശേഷം പുനർവിവാഹം നടന്നിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, അത് ലോക്കൽ ബോഡി ഉന്നതാധികാരിയുടെ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ മേയറാണ് വരിക, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാനാണ് വരിക, ചെയർപേഴ്സൺ ആണ് വരിക. ഓക്കെ, ഇനി ഭർത്താവ് ഒഴിവാക്കി പോയവർക്കാണ് എല്ലാ ആൾക്കാർക്കും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, നോൺ റീമാരേജിന് ആവശ്യമായ രേഖകൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്: റേഷൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫ് നികുതി, പിന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണം, പഞ്ചായത്ത് പ്രസിഡന്റ് ലെറ്റർ ഹെഡില് ഒരു സർട്ടിഫിക്കറ്റ്, ഇവരുടെ വിവാഹം പിന്നീട് പുനർവിവാഹം നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാകും ഡോക്യുമെന്റ് ക്ലിയർ ആയി. വീട് 1200 സ്ക്വയർ ഫീറ്റിന് താഴെ ആയിരിക്കണം. 1200 അതിന് താഴെയുള്ള വീടുകൾക്ക് മാത്രമാണ് റിപ്പയറിങ്ങിനായിട്ട് 50,000 രൂപ ധനസഹായം ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് തെളിയിക്കുന്നതിന് വേണ്ടി ലോക്കൽ ബോഡിയിൽ നിന്നുള്ള, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ നിന്നുള്ള വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, പിന്നെ നിങ്ങളോ അപേക്ഷ കൊടുക്കുന്നയാളോ അതിൽ മക്കളോ ആരെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും സ്ഥിര അസുഖങ്ങളുള്ള ആൾക്കാരെങ്കിലും എന്തെങ്കിലും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കിഡ്നി സംബന്ധമായതോ, ക്യാൻസർ, കിഡ്നി പ്രശ്നങ്ങൾ, ഹൃദ്രോഗം, കരൾ രോഗം, തളർവാദം തുടങ്ങിയ ഏതെങ്കിലും മാരക അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, TB തുടങ്ങിയ മാരക അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, അതും കൂടി ഇതോടൊപ്പം ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഗ്രേസ് മാർക്കും കൂടി ലഭിക്കുന്നതാണ്. ഇനി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അപേക്ഷ കൊടുക്കാൻ പാടില്ലാത്തവരാണ് സ്ഥിര വരുമാനം ഉള്ള ആൾക്കാർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വേലക്കാരിയാണ്, ഏതെങ്കിലും വീട്ടിൽ വേല ചെയ്തിട്ടാണ് കുടുംബം പോറ്റുന്നത്, അതല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ അതിലെ പിന്നെ പൊതുമേഖലയിലോ കൃത്യമായി ജോലിയുള്ള ആൾക്കാർ, ഇൻകം ടാക്സ് അടക്കുന്നവർ തുടങ്ങിയ ആൾക്കാർ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതില്ല, അവർക്ക് കിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ. തൊട്ടടുത്ത അക്ഷയയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിനും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷനും നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഡോക്യുമെന്റ് അവർ ഫോം ഫില്ല് ചെയ്ത് എല്ലാ ആവശ്യമുള്ള ഡോക്യുമെന്റ് കോപ്പി എടുത്ത് നിങ്ങളെ കയ്യിൽ തരും. സെപ്റ്റംബർ 10-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാ അതത് ജില്ലാ കളക്ടറേറ്റിലുള്ള ന്യൂനപക്ഷ ക്ഷേമ സെല്ല് സെക്ഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡോക്യുമെന്റും ആപ്ലിക്കേഷൻ ഫോമും ഉടനടി എത്തിക്കേണ്ടത്.
ഇനി പോസ്റ്റലായിട്ട് അയക്കാം. നേരിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എത്താൻ പറ്റാത്ത മീൻസ് താല്പര്യമില്ല സോറി, എത്താൻ പറ്റാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ്റ്റലായിട്ട് അയക്കാം. ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെല്ലിലേക്ക് സെക്ഷനിലേക്ക് പോസ്റ്റലായിട്ട് അയക്കാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സെപ്റ്റംബർ 10-ാം തീയതി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് മുന്നേ, അത് 1 മണിക്ക് മുമ്പേ അവിടെ എത്തുന്ന രൂപത്തിലാണ് നിങ്ങൾ പോസ്റ്റലായിട്ട് അയക്കേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ അപേക്ഷ സ്വീകരിക്കും, തള്ളുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എന്തായാലും സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ അവിടെ എത്തിക്കണം. എന്നാൽ മാത്രമേ അവിടെ സ്വീകരിക്കുള്ളൂ. അക്കാര്യം നോട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്കത് സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കേട്ട് വലിയ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പ്രൂഫുകൾ അത്രയേ ഉള്ളൂ. അതൊക്കെ റെഡിയാക്കാൻ നിങ്ങളെ എല്ലാ അക്ഷയക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, സഹായിക്കും. ഞാനും നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഡൗട്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട, എന്നോട് എന്ത് ഡൗട്ടിനും ചോദിക്കാം. ഓക്കെ, അപ്പോ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. അപേക്ഷ കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ചെറിയൊരു ടിപ്പും കൂടി ഞാൻ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്രാവശ്യം അപേക്ഷകൾ ഇതുവരെയായിട്ട് വളരെ കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ വെച്ചാല് അപേക്ഷ കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ലാസ്റ്റ് ടൈമിനൊക്കെ ഒരുപാട് അപേക്ഷകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത്. എന്നാലും കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ അപേക്ഷ അവിടെ എത്തിക്കുക. ഇൻ കേസ് ഈ പരിഗണിക്കുന്ന ഒരുപാട് അപേക്ഷകൾ ഉണ്ടെങ്കിൽ ആദ്യം വന്ന അപേക്ഷ ഫസ്റ്റ് പരിഗണിക്കും എന്നുള്ള രൂപത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അയക്കുന്നല്ലേ നല്ലത്. ലാസ്റ്റ് ഡേക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത അക്ഷയ സെന്ററിലേക്ക് ഓക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകൾ മുഴുവൻ തീരും. ഓക്കെ, അവിടെ നിങ്ങളെ എല്ലാ സഹായവും നിങ്ങൾ ചെയ്തു തരും. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.